അതുപോലെ നമുക്ക് നല്ലൊരു അട ഉണ്ടാക്കാം. അപ്പോൾ ഇലയിലൊന്നും കരുതിയിട്ട് ആരും അട ഉണ്ടാക്കാൻ പഠിക്കേണ്ട. ഇലയിലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ അട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഒരു കപ്പ് അരിപ്പൊടി, അതിലേക്ക് അരമുറി തേങ്ങ എടുക്കുക. അപ്പോൾ തേങ്ങ അളവ് കൂടുന്ന ടേസ്റ്റും കൂടും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച അരിപ്പൊടിയാണ്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ വക്കൊന്ന് പൊട്ടാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അട കിട്ടും. എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് തേങ്ങയും ഉപ്പും നല്ല തിളച്ച വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഴവ് കുറവായതിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു വൃത്തിയിലായി കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴക്കണം തന്നെയാണ് നല്ലത്. ആദ്യം അരിയും തേങ്ങയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ മറ്റേ മാറ്റി വെച്ചിട്ടാണ് പിന്നീട് പരത്തിയെടുക്കുക. മാറ്റ് വേണമെന്നില്ല, ആദ്യം പാത്രത്തിലെടുത്ത് കുഴച്ചാൽ മതി. പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വൃത്തിക്ക് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു സിസ്റ്റം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. മാറ്റ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാവ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചൂട് കൊടുക്കണം, പത്തിരി വെക്കണ പോലെ വെക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മേടിക്കണം അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അടുപ്പിൽ വേണമെങ്കിൽ ഓർഡർ ചുടുമ്പോൾ ചുടുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. പക്ഷേ എനിക്ക് അടുപ്പിൽ ചുട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പണിയാവാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കറണ്ട് അടുപ്പോ അല്ലെങ്കിൽ ഗ്യാസുമൊക്കെ വരണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ മാവ് വെച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ചട്ടി ചൂടുള്ള ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് തോണ്ടിയിട്ട് വലിയ ചട്ടം കൊണ്ട് തോണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇടുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇല കിട്ടാത്ത സമയങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.